ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭൗതികശാസ്ത്ര സമവാക്യം ഏതാണെന്നുള്ള ചോദ്യത്തിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: E=mc². വെറും 5 അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ചെറിയ സമവാക്യം പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യനുണ്ടാക്കിയിരുന്ന സങ്കല്പങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിച്ച ഒന്നാണ്. 1905 തൻ്റെ 26-ാം വയസ്സിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ വിപ്ലവകരമായ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ഭൗതികശാസ്ത്ര ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പെട്ടെന്നൊരു ലബോറട്ടറി പരീക്ഷണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ബെൺ നഗരത്തിലുള്ള ഒരു പേറ്റന്റ് ഓഫീസിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്യുമ്പോഴാണ് ഐൻസ്റ്റീൻ തൻ്റെ വിചാര പരീക്ഷണത്തിലൂടെ, അതായത് തോട്ട് എക്സ്പെരിമെൻസിൽ, ഇത് കണ്ടെത്തിയത്. പ്രകാശത്തിൻ്റെ വേഗതയെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചുമുള്ള ചിന്തകളായിരുന്നു അദ്ദേഹത്തിന് വഴിത്തിരിവായത്. ഒരു വസ്തു ഊർജം പുറത്തുവിടുമ്പോൾ അതിൻ്റെ പിണ്ഡത്തിന്, അതായത് മാസിന്, എന്ത് സംഭവിക്കുന്നു എന്ന കണക്ക് കൂട്ടിയ ഐൻസ്റ്റീൻ പിണ്ഡവും ഊർജവും 2 വെവ്വേറെ കാര്യങ്ങളല്ല, മറിച്ച് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് മനസ്സിലാക്കി. എന്താണ് E=mc²? ഈ സമവാക്യം വളരെ ലളിതമാണ്. E എന്നാൽ ഊർജമാണ്, അതായത് എനർജി. M എന്നാൽ വസ്തുവിൻ്റെ പിണ്ഡമാണ്, മാസ് ആണ്. C എന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററുകളാണ്. അതിൻ്റെ വർഗമായ c² എടുത്താൽ കിട്ടുന്നത് 9,000 കോടി km/s² എന്ന ഭീമമായ ഒരു സംഖ്യയാണ്. അതായത് വളരെ ചെറിയ അളവ് പിണ്ഡത്തിൽ പോലുമുള്ളത് അളവറ്റ ഊർജമാണ്. മാസിനെ ഊർജമായും ഊർജത്തെ തിരിച്ച് മാസായി മാറ്റാൻ സാധിക്കുമെന്ന് ഇത് കാണിക്കുന്നു. E=mc² വെറും ഒരു തിയറി മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്ത് നിരവധി സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനം കൂടിയാണ്. ഉദാഹരണമായി നക്ഷത്രങ്ങളുടെ ഊർജം. സൂര്യനും മറ്റു നക്ഷത്രങ്ങളും കോടിക്കണക്കിന് വർഷങ്ങളായി വെളിച്ചവും ചൂടും തരുന്നതിൻ്റെ രഹസ്യം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ചെറിയ അണുകൾ കൂടിച്ചേർന്ന് വലിയ അണുകളാകുമ്പോൾ പിണ്ഡത്തിലുണ്ടാകുന്ന നഷ്ടമാണ് ഊർജമായി മാറുന്നത്. ഇത് വ്യക്തമാക്കിയത് ഈ സമവാക്യമാണ്. മറ്റൊരു ഉദാഹരണം അറ്റോമിക് എനർജി. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അറ്റോമിക് ഫിഷൻ പ്രക്രിയ പ്രവർത്തിക്കുന്നതും ഇതേ തത്വത്തിലാണ്. അണു കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാസ് ചേഞ്ച് ഊർജമായി മാറുന്നു. ആധുനിക മരുന്ന് നിർമ്മാണവും ഇതിനൊരു ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും. ക്യാൻസർ ചികിത്സയും രോഗനിർണയവും ഉപയോഗിക്കുന്ന PET സ്കാൻ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ അണുവികിരണങ്ങളുടെയും മാസ് എനർജി കൺവേർഷൻ്റെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആസ്ട്രോഫിസിക്സ് പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയും ബിഗ് ബാങ്ങും ബ്ലാക്ക് ഹോളുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഇന്നും ആശ്രയിക്കുന്നത് ഈ ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിലാണ്. സാധാരണക്കാരന് ചിന്തിക്കാൻ പോലുമാകാത്ത വലിയ പ്രപഞ്ച സത്യങ്ങളെ ഏറ്റവും ലളിതമായ സമവാക്യത്തിലേക്ക് ഒതുക്കിത്തന്നു എന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞന്റെ ഭാവനയുടെയും ബുദ്ധിയുടെയും വലിപ്പം. E=mc² എന്നാൽ വെറും ഒരു ഫിസിക്സ് സമവാക്യം മാത്രമല്ല, മനുഷ്യന്റെ അന്വേഷണാത്മകമാകുന്ന ഏറ്റവും വലിയ അടയാളവുമാണ്. വീണ്ടും ഒരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.